ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 39. അപ്പോൾ എപ്പിസോഡ് 39 വരെ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ഇപ്പോൾ വൈൽഡ് കാർഡുകളൊക്കെ വന്ന് കയറി സിബിൻ നല്ല രീതിയിൽ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിബിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മോശമായിട്ടുള്ള ട്രോളുകൾ, നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതരം ടീമിൻ്റെ ഫാൻസാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും അത് ആരൊക്കെയാണ് ഇടുന്നതെങ്കിലും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പുള്ളിക്ക് വരുന്നുണ്ട്. പക്ഷേ എന്താണ് പുള്ളി ചെയ്യുന്ന നെഗറ്റീവ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി ഒരു ടീമിനെ വാലാക്കി നിർത്തിയിരിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് പേഴ്സണലി എൻ്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയെ ഇഷ്ടമാണ്, ഇപ്പോൾ സെബിനെ ഇഷ്ടമാണ്, ഈ രണ്ടുപേരെയും നല്ല രീതിയിൽ ഇഷ്ടമാണ്, പിന്നെ അഭിഷേകിന് ഇഷ്ടമാണ്. അങ്ങനെ എനിക്കതിൽ ഒരുപാട് പേര് ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമല്ലാത്ത ആളുകൾ അതിൻ്റെ അകത്ത് വേണം എന്നുള്ള നിലപാടാണ് എനിക്ക്. കാരണം നമുക്ക് കണ്ടന്റ് വേണം, നമുക്ക് കാണാനായിട്ട് രണ്ടല്ല. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ മാത്രം അതിൻ്റെ അകത്ത് വെറുതെ മിണ്ടി മറിഞ്ഞിരുന്ന് നമുക്ക് എപ്പിസോഡ് കാണാൻ തോന്നും. ഇല്ല, നമുക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ അതിൻ്റെ അകത്ത് വേണം. അപ്പോൾ ഈ ജിൻഡോയും സെബിനും തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിലുള്ള ആളുകളാണ്. അതായത് സെബിനെ പറയുകയാണെങ്കിൽ സെബിൻ ഒരു 100% ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലാണെന്ന് പറയണം. അതായത് ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ്, ഇങ്ങനത്തെ ഒരു പ്ലെയറാണ് ബിഗ് ബോസിന് വേണ്ടത്. ഇങ്ങനെയാണ് ശരിക്കും എല്ലാവരും കളിക്കേണ്ടത്. അതേസമയം ജിൻഡോയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് പുള്ളി ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു കണ്ടന്റ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പറയുകയാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തന്നെ പറയണം. ജിൻഡോ ഏത് നിമിഷം എപ്പോൾ എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ പോകുന്ന ഒരാളാണ് ജിൻഡോ. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് രീതിയിൽ കളിക്കുന്ന ആളുകളാണ്. അവരുടെ ഇപ്പോൾ ലൈവിലൊക്കെ അവർ തമ്മിലുള്ള സംസാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് മുട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. സെബിനെ പറ്റി പലരും പറയുന്നത് കേട്ടു, പുറത്ത് നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ട് അകത്ത് പോയിട്ട് ചിലരെ ടാർഗറ്റ് ചെയ്യുന്നു. അത് ജാസ്മിനും ഗബ്രിയാണ് ഉദ്ദേശിക്കുന്നത്. പുറത്ത് നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ട് അകത്ത് പോയിട്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നു. അതിലെന്താണ് തെറ്റ്? പുറത്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അകത്ത് പോയി ടാർഗറ്റ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായി. ആരെ ടാർഗറ്റ് ചെയ്യണമെന്ന് അവരുടെ ഇഷ്ടമല്ല, അത് ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് കാര്യം ഇരിക്കുന്നത്. അത് വളരെ മികച്ച രീതിയിൽ സെബിൻ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വളരെ അത് ഹൗസിലുള്ള ഏതൊരാളെക്കാളും മികച്ച രീതിയിൽ ജാസ്മിനോട് മുട്ടി നിൽക്കാനായിട്ട്, അതായത് ഇതുവരെ ഉണ്ടായിരുന്നതിൽ ജാസ്മിനോട് സംസാരിച്ച് മുട്ടി നിൽക്കാൻ പറ്റിയ ഒരാളുണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അത് പോയ സിജോ ആണെങ്കിലും റോക്കി ആണെങ്കിലും അവരോടൊക്കെ ജാസ്മിനായിട്ട് മുട്ടി നിൽക്കുമ്പോഴും ഒരു പരിധി വരെ അത് ലീഡ് ചെയ്ത് മുന്നിട്ട് നിന്നിരുന്നത് ജാസ്മിൻ തന്നെയാണ്. കാരണം ജാസ്മിന് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ആ ഒരു കഴിവ് എന്തായാലും ഉണ്ട്, അത് എന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് സംസാരിച്ചിരുന്ന ഒരാളെ അവിടെ പോയിട്ടും സൈലൻ്റ് ആയി കളഞ്ഞു, അതായത് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആക്കി കളഞ്ഞ ഒരാളെന്ന് പറഞ്ഞാൽ സെബിനാണ്. വേറൊരാളെ കൊണ്ടും പറ്റാത്ത രീതിയിൽ അത് കറക്റ്റായിട്ട് ചെയ്തു. ഹൗസിലുള്ള എല്ലാവർക്കും ഗബ്രി ജാസ്മിൻ കോംബോ വെറുത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ടൈമിലാണ് ഈ സെബിൻ്റെ എൻട്രിയും അത് സെബിൻ പോയി അവരെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹൗസിലുള്ളവർ നാച്ചുറലി സെബിനെ ഫോളോ ചെയ്യാൻ പോകും. ഇപ്പോൾ അഖിൽമാരാർ കഴിഞ്ഞ സീസണിൽ പറഞ്ഞ പോലെ അഖിൽമാരാർ കൂടുന്നിടത്താണ് കൂട്ടം വരുന്നതെന്ന് പറയുന്ന പോലെയാണ് സെബിൻ കൂടുന്നിടത്ത് കൂട്ടം കൂടുന്നുണ്ട്. കാരണം സെബിൻ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് ഹൗസിലുള്ളവർക്ക് ന്യായമായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒരേ സമയം ഒരു ക്യാമറയിലുള്ള കാര്യങ്ങൾ മാത്രം കാണുമ്പോൾ അവർ ഹൗസിലുള്ളവർക്ക് അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ കാണുന്ന സിറ്റുവേഷനും അവർ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷനും രണ്ടും ഡിഫറെൻ്റ് ആണ്. അതാണ് വൈൽഡ് കാർഡുകളൊക്കെ അകത്ത് പോയിട്ട് പറയുന്നത്. അതായത് പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല അകത്ത് ചെല്ലുമ്പോൾ അതൊരു വേറെ ലോകമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റഡ് വേർഷനാണ് കാണുന്നത്, അവർ റിയൽ ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റും നമ്മുടെ മൈൻഡ് സെറ്റും ഭയങ്കര എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് മനസ്സിലാക്കി പ്രേക്ഷകർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കി കണ്ടന്റ് ഉണ്ടാക്കുന്നിടത്താണ് പ്രേക്ഷകരായിട്ട് ഒരു കണക്ഷൻ വരുമ്പോഴാണ് അവിടെ വിജയം ഉണ്ടാകുന്നത്. അത് ഒരു പരിധി വരെ സെബിൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സംസാരമാണെങ്കിലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ സെബിൻ വന്നതിന് ശേഷം ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർക്ക് നല്ല രീതിയിൽ പണി കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയണം. കാരണം പുള്ളി കൊടുക്കുന്ന കണ്ടന്റുകളാണ് ഇപ്പോൾ ലൈവിലായാലും എപ്പിസോഡിലായാലും നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ ആ ഡോറ് ലോക്കാണ് സിറ്റുവേഷൻ, അത് അത്രയും ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തത് സെബിനാണ്. സെബിൻ്റെ അതൊരു ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അത് ഒന്ന് പാളി പോയിരുന്നെങ്കിൽ തകർന്ന് തരിപ്പണമാവുന്ന സിറ്റുവേഷനാണ്. അത് റിസ്ക് എടുത്തത് സെബിനും ഷോ ഡയറക്ടറും ഒരേപോലെ റിസ്ക് എടുത്ത് ചെയ്തതാണ്. അത് അങ്ങനെ പറയാൻ പറ്റും. കാരണം അവരവിടെ അതിൻ്റെ അകത്ത് അങ്ങനെ സുഖമായിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഒന്നും പറയാൻ തർക്കമൊന്നും ഇല്ലാണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണെങ്കിൽ എന്തായാലും അവരെ തുറന്നു വിടണം. അത് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അവർ ഇനി 100 ദിവസം അതിൻ്റെ അകത്ത് പൂട്ടിയിടാനുള്ള ഓപ്ഷനൊന്നും ഇല്ലല്ലോ, എന്തായാലും തുറന്നു വിടണം. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. കാരണം ഒന്ന് കയ്യിൽ നിന്ന് പോയിരുന്നെങ്കിൽ തീർന്നു പോകേണ്ട സിറ്റുവേഷനാണ്. അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് കിട്ടിയോണ്ട് അത്ര നന്നായി. പിന്നെ ഇന്നത്തെ പ്ലസ് എപ്പിസോഡിൽ വന്ന കോടതി എപ്പിസോഡ്, അതെല്ലാം ഈ സെബിൻ്റെ മൈൻഡിൽ വരുന്ന ഐഡിയകളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നോറ അഴിഞ്ഞാടി എന്ന് തന്നെ പറയണം. ആ തകർത്ത ഒരു എപ്പിസോഡാണ് അതായത് നോറ സ്കോർ ചെയ്യാൻ കിട്ടിയ അവസരം നല്ല രീതിയിൽ മുതലാക്കി വരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി. നോറയ്ക്ക് ഇതിലും കൂടുതൽ അത് സ്കോർ ചെയ്യായിരുന്നു. കറക്റ്റായിട്ട് പിടിച്ചു വന്നതാണ്. ഡാൻസ് ആയാലും പാട്ടായാലും ആക്ടിങ് ആയാലും എല്ലാം നോറ നല്ല രീതിയിൽ പിടിച്ചു വന്നതായിരുന്നു. പക്ഷേ ലാസ്റ്റ് അതൊരു പേഴ്സണലായിട്ട് എടുത്ത് മാറ്റിയതോടുകൂടി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അങ്ങ് കുറഞ്ഞു പോയാൽ എനിക്ക് ഫീൽ ചെയ്തു. ലൈവ് കണ്ടപ്പോൾ എപ്പിസോഡിൽ അത് കറക്റ്റായിട്ട് കാണിച്ചില്ല, പക്ഷേ ലൈവിൽ അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. ലാസ്റ്റ് നോറൊക്കെ കയ്യിൽ നിന്ന് പോയി. നോറ
പേഴ്സണലി എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് സെബിൻ വന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതില്ലായിരുന്നെങ്കിൽ നോറക്ക് നല്ലൊരു കയറി വരാൻ പറ്റിയൊരു പെർഫോമൻസ് ആയിരുന്നു. നോറ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വന്നതാണ്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നോറയ്ക്ക് 100 മാർക്ക് തന്നെ കൊടുക്കുന്ന ആ ഒരു പെർഫോമൻസിന്. അപ്പോൾ അങ്ങനത്തെ കണ്ടന്റുകൾ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സെബിനാണ്. ഹൗസിലുള്ള ഒരാൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അവിടെ പുള്ളി ചിന്തിച്ച് ചെയ്യുന്നത്. അതായത് പുള്ളി ഒറ്റ മൈൻഡിലാണ് അതിനകത്ത് പോകുന്നത്. ഫൺ എലമെൻറ്റ്സ് ആഡ് ചെയ്യണം, അതിലൂടെ ഗെയിമും കളിക്കണം. ഫൺ എലമെൻറ്റ്സും ഉണ്ട്, എന്നാൽ ഗെയിമും കളിക്കുന്നുണ്ട്. പുള്ളി ഓരോ പ്ലാനുകൾ കിട്ടുന്നുണ്ട്. അതിലെനിക്ക് സെബിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു പ്ലാൻ, ഇൻ കേസ് നാളെ ഡെൻ ടീമാണ് ഇവരായിട്ട് പവർ ടീമായിട്ട് പുതിയ പവർ ടീമിന് വേണ്ടിയുള്ള കോമ്പറ്റീഷനിൽ വരുന്നതെങ്കിൽ അവരെ റൂമിൽ ലോക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഇപ്പോൾ സെബിൻ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി അവർ എടുക്കുകയാണെങ്കിൽ അത് അൺഫെയർ എന്ന് തന്നെ പറയണം. അത് ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സെബിൻ പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് കണക്ട് ആവാണ്ടുള്ളൂ. ആ ഒരു കാര്യം ശരിയല്ല, കളിച്ച് തന്നെ നേടണം. അല്ലാണ്ട് അവരെ റൂമിൽ പൂട്ടിയിട്ട് അവരെ കളിക്കാണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടി പിടിക്കുന്നത് അത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിനെ ഞാൻ പൂർണ്ണമായിട്ടും കുറ്റം പറയുന്നില്ല. ജാസ്മിൻ നല്ല ഒന്നാന്തരം ബിഗ് ബോസ് മെറ്റീരിയലാണ്. പിന്നെ പ്രായത്തിൻ്റെതായ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ ഏറ്റവും വലിയ നെഗറ്റീവ് ജബ്രി കോംബോ. ജാസ്മിൻ ആ ഗബ്രി എന്നുള്ളൊരു കോംബോ വിട്ടിട്ട്, അതായത് ജാസ്മിൻ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ലാസ്റ്റ് പോയിട്ട് ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ആ ഒരു റിലേഷൻ കാണിച്ച് ബാക്കിയുള്ളവരെ പ്രൊവോക്കുക എന്നുള്ളൊരു ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ സെബിനായിട്ട് സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഓടിപ്പോയി ഗബ്രി അങ്ങ് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് നിന്നു. അത്രയൊക്കെ ചെയ്യാനുള്ളൂ. അങ്ങനത്തെ കണ്ടന്റുകൾ വരുമ്പോഴാണ് എനിക്ക് ജാസ്മിനോട് വെറുപ്പ് പോകുന്നത്. കാരണം അതല്ല നമ്മൾക്ക് കാണേണ്ടത്. ഇവരുടെ ലവ് ട്രാക്കോ ഇവരുടെ ഇതൊക്കെ ഒന്നല്ല നമ്മൾ കാണേണ്ടത്. നമുക്ക് വേണ്ടത് കണ്ടന്റാണ്. ഈ ഫാൻസ് ആവാം, നമുക്ക് ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് ആരെ ഇഷ്ടപ്പെടണം എന്നുള്ളതിനൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷേ ആഫ്റ്റർ ഓൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഷോ ആണ്, TV ഷോ ആണ്. TV ഷോ നമ്മൾ കാണുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. എൻ്റർടൈൻമെൻറ്റ് ഉണ്ടോ, ഓക്കെ, നമുക്ക് ഒരു പ്രശ്നമില്ല. ആര് വന്നാലും പോയാലും നമുക്ക് കുഴപ്പമില്ല. എൻ്റർടൈൻമെൻറ്റ് അതൊരു ഫാക്ടറാണ്, അതെന്തായാലും വേണം. അപ്പോൾ അത് ആര് നൽകുന്നു അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ജബ്രി കോംബോ കണ്ട് വെറുത്തിരിക്കുന്ന നമ്മളുടെ ഇടയിലോട്ട് പുതിയ കോംബോ കൊണ്ട് വന്നിരിക്കുകയാണ് ശ്രീതും അർജുനും. അർജുൻ കാര്യമായിട്ട് അതിൻ്റെ അകത്ത് ഒരു തേങ്ങ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ അകത്തൊന്നും ഒരു കോൺട്രിബ്യൂഷനും ഇപ്പോൾ പവർ ടീമിൽ ഉണ്ടായിരുന്ന ടൈമിൽ എന്തെങ്കിലും സംസാരിച്ചതെന്നല്ലാണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം 0 കണ്ടന്റാണ് പുള്ളിയുടെ ഭാഗത്തുനിന്ന്. ആകെയുള്ളൊരു കണ്ടന്റ് പുള്ളി പിടിച്ചാക്കുന്നത് ശ്രീതുവിൻ്റെ പുറകെ കിടക്കുന്നത്, ശ്രീതുവായിട്ട് സംസാരിച്ചിരിക്കുന്നു. അത് പണ്ട് ലൈവിൽ ജബ്രികളെ എങ്ങനെയാണ് വെറുപ്പിച്ചിരുന്നത് അതിൻ്റെ എക്സ്ട്രീമാണ്. ഇതിനും ഭേദം ജാസ്മിൻ ഗബ്രി തന്നെയാണെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. അവർ അത്യാവശ്യം പുറത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമായിരുന്നു. നാളത്തെ ഗെയിം പ്ലാനിങ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് പായങ്കളിയാണ്, കണ്ടിരിക്കാൻ പറ്റുള്ള ഒരു തരത്തിലും കണ്ടിരിക്കാൻ പറ്റുള്ള വേസ്റ്റ് ഓഫ് ടൈം എന്ന് തന്നെ പറയാം ലൈവിൽ ഇവരുടെ ഇത് കാണിക്കുന്നത്. അതാണ് ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ. ആ സമയത്ത് വേറെ ആരെങ്കിലും കിടന്ന് ഉറങ്ങണം കാണിച്ചാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. ലൈവിലാണ് എപ്പിസോഡിലെ കാര്യമല്ല പറഞ്ഞു. ലൈവ് ഇപ്പോൾ രാത്രിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരും തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട. ഷോയുടെ ഒരു നിലവാരമുണ്ട്, അത് താഴ്ന്നു പോകുന്ന രീതിയിലുള്ള സീനുകൾ കട്ട് ചെയ്ത് കളയാൻ തന്നെ ഞാൻ പറയുന്നത്. അത്യാവശ്യം കണ്ടന്റ് കൊടുക്കാവുന്ന ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ട് ഇമാതിരി പരിപാടികളൊക്കെ കട്ട് ചെയ്ത് കളയാൻ സീൻ ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ജിൻഡോ വളിയിട്ട സീൻ. അത് ഞാൻ സത്യം പറഞ്ഞാൽ എപ്പിസോഡിൽ വരുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അത് എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് അവർ കാണിച്ചു തന്നു ജിൻഡോ വളിയിട്ട സീൻ. അപ്പോൾ ജിൻഡോ വളി ട്രെയിന് തുടർന്നാണ് പറയുന്നത് ഇത് അയാളുടെ സ്ഥിരം പരിപാടിയാണ്, അതിൻ്റെ അകത്ത് പല സ്ഥലത്തും പലർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അത് എന്തായാലും കൊടുത്ത ടൈമിങ് നോറയുടെ വയലിട്ട് കൊടുത്ത പോലെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. നോറ ഇരുന്ന് രാവിലെ മുതൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോറയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോറ ആയാലും ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും റസ്മിൻ ആയാലും ഇവരെല്ലാവരും ഒരു ടീമായിട്ട് വന്നതാണെന്നുള്ള പറയണത്. ഇവരെല്ലാവരുടെയും ഫൈനൽ ടാർഗറ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ തന്നെയാണ്. അവിടെ വേറെ ആരൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും കറങ്ങി തിരിഞ്ഞ് ഇവർ വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവർ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വരുന്നത് ജിൻഡോയിലോട്ടാണ്. അപ്പോൾ ഇവരുടെ ഒരു ടീം വർക്കാണ്. ഇവർ പുറത്തുനിന്ന് കണക്ഷൻ ഉണ്ടായിരുന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇനിയുള്ള എപ്പിസോഡുകളിൽ കുറച്ചും കൂടി കൂടുതൽ വിസിബിൾ ആവുന്നു. ഇവർ തമ്മിൽ ആംഗ്യ ഭാഷകളാണ്. ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റസ്മിൻ ആയാലും നോറ ആയാലും ജാസ്മിൻ ആയാലും ഇവർ തമ്മിൽ ഇടയ്ക്ക് ഓരോ കോഡ് ഭാഷകളിലൂടെ സംസാരിക്കും. ഇന്ന് തന്നെ റസ്മിൻ നോറ തമ്മിലൊരു കോൺവെർസേഷൻ, ഇവർ തമ്മിൽ ആക്ഷനാണ്. നോറ റസ്മിനെ നോക്കിയിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കാണുന്നത് ലൈവിൽ അത് കഴിഞ്ഞ് കാണുന്നത് ഇവർ രണ്ടുപേരും ബാത്റൂമിലോട്ട് പോകുന്നു. ബാത്റൂമിലിരുന്ന് സ്വിച്ച് ഇട്ട പോലെ ഇവർ തമ്മിൽ അങ്ങ് ഫൈറ്റ് ആവുകയാണ്. റസ്മിനും നോറയും തമ്മിൽ ഇവർ തമ്മിൽ എന്തിനാണ് ഫൈറ്റ് ആവണമെന്ന് രണ്ടുപേരും നല്ല രീതിയിൽ ഫൈറ്റ്. അത് തുടങ്ങിയത് എങ്ങനെയാണോ അതേപോലെ തന്നെ സ്വിച്ച് ഇട്ട പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഓക്കെ നമ്മൾ ഇന്നത്തേക്കുള്ളത് ആക്കിയിട്ടുണ്ട്, അതായത് നമ്മളൊരു ടീമല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള കണ്ടന്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇനി പോകാമെന്നുള്ള രീതിയിൽ ഇവർ പോകുന്നു. ഇവരെല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ. കാണുന്ന പ്രേക്ഷകരെന്ത് മണ്ടന്മാരോ ഇത് ഇവർ പുറത്തുനിന്നേ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളതാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് എന്തായാലും മനസ്സിലാവും. ബിഗ് ബോസ് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ എപ്പിസോഡിൽ ലൈവിലും വരാണ്ടിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അവർ പൊട്ടന്മാരൊന്നും അല്ല ഇതിൻ്റെ പുറകിലിരിക്കുന്നത്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ടീം വർക്കാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ടീം വർക്കിൽ നമുക്ക് നെഗറ്റീവ് പറയാനും പാടില്ല.
കാരണം ഇത്തവണത്തെ സീസൺ 6 ബാക്കിയുള്ള സീസണിൽ ലാലേട്ടൻ വന്നിട്ട് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ കളിക്കുന്നതാണ് പറയാറ്. പക്ഷേ ഇത്തവണ ബിഗ് ബോസ് തന്നെ അവരെ ടീമായിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കണം. അപ്പോൾ ടീമായിട്ട് കളിക്കുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ സെബിൻ്റെ കൂടെ കുറച്ച് ആളുകളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റ് പറയാനില്ല. ടീമായിട്ട് കളിക്കാൻ തന്നെയാണ് ബിഗ് ബോസ് ഇത്തവണ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. ഓരോ ടീമുകളെ തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ടീമായിട്ട് കളിക്കാനാണ്. അപ്പോൾ അയാളുടെ കൂടെ നിൽക്കുന്ന പലരും ഉണ്ടാവും, അയാളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ടീമായിട്ട് കളിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടെയാണ് നമ്മുടെ ജിൻഡോൻ്റെ പ്രത്യേകത. ഒരു ടീമിൽ കൂട്ടിയിട്ട് കാര്യമില്ല, പുള്ളിയുടെ ഒറ്റക്കുള്ള കളികൾ കളിക്കുള്ളൂ. അൺപ്രഡിക്റ്റബിൾ പ്ലേ ആണ് ജിൻഡോയുടെ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ജിൻഡോയുടെ ഇഷ്ടം. ജിൻഡോ ഒരുപാട് നെഗറ്റീവ് പറയും, അത് നമുക്ക് തള്ളിക്കളയേണ്ട കേസല്ല. ഒരുപാട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആണ്. പുള്ളി എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കും, ഏത് രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തന്നെ പുള്ളി കാര്യമായിട്ട് വലിയ കോൺവെർസേഷനിലോട്ട് ഇറങ്ങുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെറിയ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പോകും. അതായത് നോറായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ചെറിയ തഗ് അങ്ങ് കൊടുക്കുന്ന ഷോ കംപ്ലീറ്റ് അതുവരെ സംസാരിച്ചിരുന്ന ആളുകളുടെ കംപ്ലീറ്റ് വായടപ്പിച്ചുള്ള രീതിയിലുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് പുള്ളി അങ്ങ് പോകുന്നുണ്ട്. അത് തന്നെയാണ് പുള്ളിയുടെ പ്രത്യേകത. പുള്ളി വലിയ കോൺവെർസേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ 13 പൊട്ടത്തരങ്ങളായിക്കുള്ളൂ പറയുന്നത്. പക്ഷേ ചെറിയ സാധനങ്ങളടക്കം ഇയാൾ പൊട്ടിക്കും, പൊളി സാധനമായിക്കുള്ളൂ. അന്നത്തെ എപ്പിസോഡ് കിളിക്കാൻ പറ്റിയ സാധനങ്ങളായിക്കുള്ളൂ പുള്ളി ഇറക്കുന്നത്. എന്തായാലും പുള്ളിയുടെ ഇന്നത്തെ വളി എപ്പിസോഡ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നാളത്തെ ഡൺ ടീമിൻ്റെ കളികൾ എന്താണെന്ന് കാണാം. പവർ ടീം ഇനി ആര് ഭരിക്കും എന്ന് നോക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.